ഷവായ് മാൻസിംഗിൽ ആകാശം സിക്സറുകളാൽ വിറക്കൊണ്ടൊരു രാത്രി. വൈഭവൻ അത്ഭുത ബാലൻ ബാറ്റെടുത്ത് ക്രീസിലേക്ക് എത്തിയപ്പോൾ പ്രഫുലിംഗയുടെ ഗോൾഡൻ ഡെക്ക് ഭീതിയൊന്നും അവനിൽ ഉണ്ടായിരുന്നില്ല. തകർന്നെന്ന് തോന്നിച്ചിടത്ത് സെഞ്ചുറിയുടെ മുഞ്ചിൽ ശതകത്തിളക്കത്തോടെ തന്റെ പ്രതിഭയെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയാണ് ആ 15-കാരൻ. കഴിഞ്ഞ മത്സരത്തിൽ ഫോം കണ്ടെത്താനാകാതെ മടങ്ങിയ വൈഭവിനെ എഴുതിത്തള്ളിയ വിമർശകരുടെ വായടപ്പിക്കുന്ന പ്രകടനമായിരുന്നു ഹൈദരാബാദിനെതിരെ ആ ബാറ്റിൽ നിന്നും പിറന്നു വീണത്. കൂടാതെ പ്രഫുലിംഗയുടെ ഗോൾഡൻ ഡെക്കിന് അണ്ണാക്കിലിട്ട് തന്നെ മറുപടി കൊടുത്തു, അതും ബൗണ്ടറികൾ ഭേദിച്ചുകൊണ്ട്. മത്സരത്തിന്റെ തുടക്കം മുതൽ തന്നെ വൈഭവ് ആക്രമണകാരിയായിരുന്നു. പിച്ചിന്റെ സ്വഭാവം കൃത്യമായി മനസ്സിലാക്കിയ താരം ആദ്യ പന്ത് തന്നെ ഹൈദരാബാദ് ബൗളർമാരെ കടന്നാക്രമിച്ചു. പവർ പ്ലേ ഓവറുകളിൽ ഫീൽഡ് നിയന്ത്രണങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തി വൈഭവ് അടിച്ചുകൂട്ടിയ ഓരോ റൺസും സ്റ്റേഡിയത്തിലെ ആരാധക കൂട്ടങ്ങളെ ആവേശത്തിന്റെ കൊടുമുടിയിലെത്തിച്ചു. സൺറൈസ് ഹൈദരാബാദിനെതിരെ ഈ സീസണിൽ വൈഭവ് കളിക്കുന്ന രണ്ടാമത്തെ മത്സരമായിരുന്നു ഇന്ന്. ഏപ്രിൽ 13 നടന്ന ആദ്യ പോരിൽ വൈഭവ് നേരിട്ട് തിരിച്ചടി ആർക്കും മറക്കാനാകില്ല. അന്ന് ഹൈദരാബാദിന്റെ പേസ് ബൗളർ പ്രഫുലിംഗെ വൈഭവിനെ ആദ്യ പന്തിൽ തന്നെ ഗോൾഡൻ ഡെക്ക് എന്ന പേരും ചാർത്തി കൊടുത്ത് വൈഭവിനെ പവലിയനിലേക്ക് മടക്കി അയച്ചു. ആ തോൽവിയേൽപ്പിച്ച മുറിവ് ഇന്ന് വൈഭവിനുള്ളിൽ ഒരു അഗ്നിപർവ്വതം പോലെ എരിയുന്നുണ്ടായിരുന്നു. മത്സരത്തിന്റെ 10ാം ഓവറിൽ പ്രഫുലിംഗെ പന്തെടുക്കാൻ വന്നപ്പോൾ സ്റ്റേഡിയം നിശബ്ദമായി. വൈഭവ് ആ നിമിഷത്തിനായി കാത്തിരിക്കുകയായിരുന്നു. തന്നെ മുമ്പ് 0-ന് പുറത്താക്കിയ അതേ ബൗളർക്കെതിരെ പ്രതികാരം ചെയ്യാൻ ഇതിലും നല്ലൊരു അവസരം വേറെയില്ലായിരുന്നു. ആ ഓവറിലെ ആദ്യ പന്ത് തന്നെ ലോങ് ഓണിന് മുകളിലൂടെ ഗാലറിയിലേക്ക് പറത്തിക്കൊണ്ട് വൈഭവ് തന്റെ വരവറിയിച്ചു. അവിടെ നിന്ന് തുടങ്ങുകയായിരുന്നു ആ സംഹാര താണ്ഡവം. ആ ഓവറിലെ ആദ്യ 4 പന്തുകളും ഗാലറിയുടെ പല കോണുകളിലേക്കാണ് വൈഭവ് പായിച്ചത്. തുടർച്ചയായ 4 സിക്സറുകൾ. പ്രഫുലിംഗയുടെ ഓരോ പന്തും അടിച്ചകത്തുമ്പോൾ വൈഭവിന്റെ മുഖത്ത് ആത്മവിശ്വാസം പ്രകടമായിരുന്നു. ആ ഓവറിൽ മാത്രം 24 റൺസിലധികമാണ് വൈഭവ് അടിച്ചുകൂട്ടിയത്. തന്നെ പുറത്താക്കിയ ബൗളറെ കൊണ്ട് തന്നെ റൺസ് വിട്ടു നൽകിച്ച് വൈഭവ് തന്റെ രാജകീയമായ മറുപടി നൽകി. മത്സരം പുരോഗമിക്കവേ വൈഭവ് വെറും 36 പന്തിൽ തന്റെ ഈ സീസണിലെ ആദ്യ സെഞ്ചുറി തികച്ചു. IPL ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സെഞ്ചുറി എന്ന ഉടമ എന്നതിലുപരി വേഗമേറിയ സെഞ്ചുറികളിൽ 3ാമത്തെ സ്ഥാനവും ഈ അത്ഭുത ബാലൻ സ്വന്തമാക്കി. 37 പന്തിൽ 103 റൺസുകളാണ് ആ ബാറ്റിന്റെ ചൂട് വിളിച്ചോതിയത്. 12 സിക്സറുകളും 5 ഫോറുകളും അടങ്ങിയതായിരുന്നു വൈഭവിന്റെ ഇന്നിംഗ്സ്. താരം പുറത്താകുമ്പോൾ സ്റ്റേഡിയം എഴുന്നേറ്റ് നിന്ന് ആ വിസ്മയത്തെ ആദരിച്ചുപോയി. കഴിഞ്ഞ മത്സരങ്ങളിലെ പരാജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് തന്റെ കുറവുകൾ പരിഹരിച്ച് കളത്തിലിറങ്ങിയ വൈഭവിന്റെ ഈ ഇന്നിംഗ്സ് മാനസിക കരുത്തിന്റെ അടയാളമായിരുന്നു. എതിരാളികളുടെ തന്ത്രങ്ങളെ പാടതകർക്കുന്ന ബാറ്റിംഗ് മികവാണ് വൈഭവ് ഇന്ന് പുറത്തെടുത്തത്. കവർ ഡ്രൈവുകളും പുൾ ഷോട്ടുകളും ആ ബാറ്റിൽ നിന്ന് ഒഴുകിയത് ഒരു ക്ലാസിക് ബാറ്റിംഗ് മാസ്റ്റർ ക്ലാസ് പോലെയായിരുന്നു. സൺറൈസ് ഹൈദരാബാദ് നിരയിലെ പരിചയസമ്പന്നരായ ബൗളർമാർ പോലും വൈഭവിന് മുന്നിൽ നിസ്സഹരായി നിന്നു. പാറ്റ് കമ്മിൻസിന്റെയും ഭുവനേഷ് കുമാറിന്റെയും പന്തുകളെപ്പോലും യാതൊരു ഭയവുമില്ലാതെയാണ് ആ 15 വയസ്സുകാരൻ നേരിട്ടത്. ക്രിക്കറ്റ് ലോകത്തെ വലിയ താരങ്ങളുടെ സാന്നിധ്യത്തിൽ താനാണ് ഇന്നത്തെ യഥാർത്ഥ നായകനെന്ന് വൈഭവ് ഉറക്കെ പ്രഖ്യാപിച്ചു. രാജസ്ഥാൻ റോയൽസിനെ 228 എന്ന കൂറ്റൻ സ്കോറിലെത്തിക്കുന്നതിൽ വൈഭവിന്റെ ഈ പ്രകടനം നിർണായകമായി. ആ പിങ്ക് ജേഴ്സിയെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന കാണികൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു വിരുന്നാണ് ഇന്ന് വൈഭവ് സമ്മാനിച്ചത്. ഒരു താരം തന്റെ മോശം ഫോമിനെ എങ്ങനെ ആവേശകരമായ തിരിച്ചുവരവിലൂടെ മറികടക്കാമെന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഹൈദരാബാദിനെതിരെയുള്ള വൈഭവിന്റെ ഈ അഴിഞ്ഞാട്ടം. അതെ, ക്രിക്കറ്റ് മൈതാനത്തെ പഴയ മുറിവുകൾക്കിന്ന് ജയ്പൂരിന്റെ മണ്ണിൽ സൂര്യവംശി മധുരമായ പ്രതികാരം വീട്ടിയിരിക്കുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഹൈദരാബാദിൽ നടന്ന തന്റെ അരങ്ങേറ്റ മത്സരത്തിൽ പ്രഫുലിംഗ എന്ന ബൗളറുടെ പന്തിൽ ഒരു ഗോൾഡൻ ഡെക്കിന് പുറത്തായി സൂര്യവംശി ക്രീസ് വിടുമ്പോൾ ക്രിക്കറ്റ് ലോകം ആ കൗമാരക്കാരനെ പരിഹസിക്കുകയായിരുന്നു. അരങ്ങേറ്റക്കാരന്റെ പന്തിൽ വീണ യുവവിസ്മയം എന്ന തലക്കെട്ടുകളോടെ വാർത്തകൾ നിറഞ്ഞപ്പോൾ ഹിംഗ തന്റെ വിജയത്തിന്റെ ലഹരിയിലായിരുന്നു. എന്നാൽ ആ അപമാനം ഒരു അഗ്നിയായി ഉള്ളിൽ സൂക്ഷിച്ച സൂര്യവംശി കൃത്യമായ സമയത്തിനായി കാത്തിരുന്നു. ഇന്ന് സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിൽ പ്രഫുലിംഗെ തന്റെ ആദ്യ ഓവർ എറിയാനെത്തുമ്പോൾ കണ്ടത് പഴയ ആ ബാലനെയല്ല, മറിച്ച് സംഹാരരൂപിയായ ഒരു പോരാളിയായിരുന്നു. ആദ്യ പന്തിൽ തന്നെ ആധിപത്യമുറപ്പിച്ച സൂര്യവംശി ആ ഓവറിലെ 4 പന്തുകൾ തുടർച്ചയായി ഗാലറിയിലേക്ക് തൂത്തെറിഞ്ഞു.
ബാക്ക് ടു ബാക്ക് 4 സിക്സറുകൾ. ഓരോ സിക്സറിലും ഹിംഗയുടെ ആത്മവിശ്വാസം തകർന്നടിയുകയായിരുന്നു. തന്നെ കളിയാക്കിയവർക്കും എഴുതി തള്ളിയവർക്കുമുള്ള സൂര്യവംശിയുടെ മറുപടിയായിരുന്നു ആകാശത്തേക്കുയർന്ന ഓരോ പന്തും. 2ാം ഓവറിലും ഹിംഗക്ക് രക്ഷയുണ്ടായിരുന്നില്ല. ആദ്യ ഓവറിലെ പ്രഹരത്തിൽ നിന്ന് മുക്തനാകാൻ ശ്രമിച്ച ഹിംഗയെ സൂര്യവംശി വീണ്ടും തകർത്തെറിഞ്ഞു. പന്തിന്റെ വേഗതയോ ലൈനോ സൂര്യവംശിയുടെ ബാറ്റിന്റെ കരുത്തിനെ തടയാൻ പ്രാപ്തമായിരുന്നില്ല. ആ ഓവറിലും തന്റെ തേരോട്ടം തുടർന്ന വൈഭവ് ഹിംഗയെ ഒരു സാധാരണ ബൗളറാക്കി മാറ്റി. 2 ഓവറിൽ തന്നെ മത്സരം തന്റെ വരുതിയിലാക്കിയ വൈഭവ് ക്രിക്കറ്റ് ലോകത്തിന് കാണിച്ചു കൊടുത്തത് പ്രതിഭയുടെയും കഠിനാധ്വാനത്തിന്റെയും കരുത്താണ്.